ഇതൊക്കെ നമ്മൾ ആ രൂപത്തിൽ തകർന്നു. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഈ പടിഞ്ഞാറൻ വിഭവങ്ങൾക്കനുസരിച്ചുള്ള ആരോഗ്യത്തിലേക്ക് നമ്മൾ മാറി. അതന്നെയാ നമ്മൾ ആരോഗ്യം പൂർണ്ണമായി അവർ ക്ഷയിപ്പിച്ചു. ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉപകരണത്തിന്റെ ആളുകളാക്കി മാറ്റി. അതില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ, ഭയങ്കര ടെൻഷനാണ്. അതിൽ കാണുന്ന സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്. എല്ലാം നമ്മൾ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ 60-70% ഇപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. എന്തായിരിക്കും ടെൻഷൻ അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ സാരി കേന്ദ്രം കോഴിക്കോട്ട് വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. കോഴിക്കോട്ട് അങ്ങനെ പറയുന്നത് ഞാൻ ഒന്നും വിചാരിക്കരുത്. അങ്ങനെ ഇപ്പൊ പറയുന്നത്, പറയാൻ എന്ത് പറയാലോ, ആർക്കും എന്തും സ്വാതന്ത്ര്യം ഉണ്ട്. ഒന്ന് ഒരുപക്ഷെ ലോകത്താകെ സാരി എടുക്കുന്ന നാട് ഈ 3-4 ജില്ലകളും മാത്രമായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയാം. അങ്ങനെയാകുമ്പോൾ പറയാം ലോകത്തെ ഏറ്റവും വലിയ സാരി കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണം, ഞങ്ങളെ മുത്തയിടത്ത് നല്ല പച്ചപ്പൂള കിട്ടും. അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ലോകത്തെ ഏറ്റവും വലിയ പച്ചപ്പൂള വിൽപ്പന കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പച്ചപ്പൂള നാട്ടിലാകെ ആയി മലപ്പുറം കോഴിക്കോട്ടെ ആളുകളെ തിന്നുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെ പറയാവുന്നതാണ്. അല്ല ലോകത്തെ അങ്ങനെയൊക്കെ അർത്ഥത്തിലാവും. ഇനി ഏത് അർത്ഥത്തിലാണെങ്കിലും അവിടെ കയറാൻ കഴിയാത്ത കാര്യത്തിലുള്ള ബേജാറിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. കയറിയതിന്റെ പൊലിമ പറയുന്ന കുറച്ച് ആളുകളുണ്ടാവും. ഇതാണായിരിക്കും മിക്കവാറും ഖുർആൻ ക്ലാസ്സിനൊക്കെ വന്നിട്ട് മിക്കവാറും 2 ടീമേ ഉണ്ടാവുള്ളൂ. ഒന്ന് കയറാൻ കഴിയാത്തതിന്റെ വേദനയും ഒന്ന് കയറിയ വഴുതിന്റെ പൊലിമ പറയുന്നതും അതേ ഉണ്ടാവുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ സാരി കേന്ദ്രത്തിൽ നമുക്ക് കയറാൻ കഴിഞ്ഞില്ല. കാരണം അതിന് ആ പടിഞ്ഞാറൻ രീതി അനുസരിച്ച് നമ്മളെ തലച്ചോറിന്റെ ഉള്ളിൽ അവർ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പടിഞ്ഞാറൻ മാർക്കറ്റിംഗ് ശൈലിയാണ്. അതില്ലെങ്കിൽ റാഹത്തില്ല. ഇന്ന മെൻസസ് പീരിയഡിൽ പാഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പാഡിന്റെ പരസ്യം വരെ നിർണ്ണയിക്കുന്ന, ഏത് പാഡ് ഉപയോഗിക്കണം എന്ന പരസ്യം നിർണ്ണയിക്കുന്നത് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇത്തരം സാധനങ്ങളാണ്. നമ്മൾ വലിയ ചിന്തിക്കേണ്ടെന്നറിയോ? പഴയ കാലത്ത് പൊങ്ങച്ചം പറയുന്ന കുടുംബത്തിൽ നിന്ന് വീട്ടിലേക്ക് വിരുന്ന് വരാൻ നമ്മുടെ ബാപ്പമാർക്കും ഉമ്മമാർക്കും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. വലിയ മുതലാളിമാരായ മക്കളുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ കുടുംബത്തിലേക്ക് മക്കൾ വരുന്നത് നമ്മളെ ബാപ്പാർക്കും ഉമ്മമാർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇഷ്ടമുണ്ടായില്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ചില ദുശ്ശീലങ്ങൾ നമ്മളെ കുട്ടികൾ ഈ വിരുന്നിന്റെ ദിവസങ്ങളിൽ പഠിച്ചുണ്ടാക്കും. പിന്നെ ആ സാധനത്തിൽ നമ്മളെ ബാപ്പാനോട് പറയും. ശ്രദ്ധിക്കണം, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ലോണം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഉദാഹരണം, നമ്മളെ കുടുംബത്തിൽ തന്നെ അത്യാവശ്യം ജീവിത നിലവാരവും നിവൃത്തിയും ഒക്കെ ഉള്ള ചില കുടുംബക്കാരിലെ മക്കൾ നമ്മളെ വീട്ടിലേക്ക് 2 ദിവസം വിരുന്ന് വന്ന് നിൽക്കുന്നത് ബാപ്പമാർക്കും ഉമ്മമാർക്കും ഇഷ്ടമുണ്ടാവില്ല. ഒന്നുമല്ല കാരണം ഇതാണ്, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ കുട്ടികളിൽ നമ്മളെ കുട്ടികൾ ചില ദുശ്ശീലങ്ങളും ചില ഉപകരണങ്ങളുടെ പേരുകൾ പറഞ്ഞുണ്ടാക്കും. അത് പിന്നെ നമ്മളെ വീട്ടിലെ ഉറക്കവും സ്വാസ്ഥ്യവും കൊടുത്തും. ഇന്ന് ഒരാളും വിരുന്ന് വരേണ്ട ആവശ്യമില്ല. ദുനിയാവില് ഒന്നിനും കൊള്ളാത്തതും ഏറ്റവും മാർക്കറ്റിംഗ് കിട്ടുന്നതുമായ സാധനം പടിഞ്ഞാറൻ ലോബി നമ്മളെ വീട്ടിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഭാര്യയുടെ മെൻസസ് പീരീഡിലെ പാഡ് വരെ നിയന്ത്രിക്കുന്നത് അതിലുള്ള സാധന. അത് വേണമെങ്കിൽ സ്റ്റെഫിഗ്രാഫോ അല്ലെങ്കിൽ സെറീന വില്യംസോ ഈ പാഡിട്ട് ചാടുന്ന ഒരു രൂപത്തിലായിരിക്കും വേണമെങ്കിൽ അതിന്റെ പരസ്യം ഉണ്ടാവുക. അപ്പോൾ പിന്നെ മെൻസസ് പീരീഡിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ പാഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ബേജാറാണ്. എങ്ങാനും അയച്ച മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആ പാഡിന് പകരം ആ ലേബിളിലുള്ള ഒരു പാഡിന് പകരം വേറൊന്നാണ് കിട്ടിയതെങ്കിൽ ആ മെൻസസ് പീരീഡ് ഒരു റാഹത്ത് ഉണ്ടാവില്ല. ഇവളെ വല്യമ്മയും ഹവ്വാ ബീവിയുടെ കാലം മുതൽ ഈ കഴിഞ്ഞ 5 കൊല്ലം വരെ വീട്ടിലെ പഴയ തുണി കഷ്ണം കൊണ്ട് തീർത്ത പ്രശ്നമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒന്നും വിചാരിക്കരുത്, വീട്ടിലെ പഴയ തുണി കഷ്ണം കൊണ്ട് തീർത്ത പ്രശ്നമാണത്. ഹവ്വാ റളിയല്ലാഹു മുതൽ ഉമ്മ വരെ. ഇന്ന പാഡ് തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങളെ മെൻസസ് ശരിയാവില്ല. ഒന്നും വിചാരിക്കരുത്. ഞങ്ങളോട് അഡ്രസ് ജാമ്യം നേടിയിട്ടുണ്ട്. ഇത് കുറച്ചങ്ങോട്ട് പറഞ്ഞാലേ നിങ്ങളെ ഒന്ന് മുറിഞ്ഞില്ലാലും വേണ്ടില്ല. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ സമുദായത്തിന് ചില ആപത്തുകൾ വരും. ഇത് പടിഞ്ഞാറിന്റെ സത്യത്തിൽ പടിഞ്ഞാറ് നമ്മളെ ടാർഗറ്റ് ചെയ്ത് കളിച്ചതാണ്. അതില്ലെങ്കിൽ നമുക്ക് അതിന് അവരെന്ത് ചെയ്തു? ഏറ്റവും കൂടുതൽ ചാട്ടക്കാരികളായ 2 പെണ്ണുങ്ങളെ പ്രൊജക്ട് ചെയ്തു. ഒന്ന് സ്റ്റെഫിഗ്രാഫ് അല്ലെങ്കിൽ സെറീന വില്യംസ്, ഇവരങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരിക. അവര് ഈ പാഡിട്ട് ചാടുന്നത് തന്നെ. അല്ലെങ്കിൽ നമുക്ക് റാഹത്തില്ല. ഒന്നും നമുക്ക് അവര് കിട്ടിയില്ല. അതനുസരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ റാഹത്തില്ല. എല്ലാം അതാണ്. ഇതാണ് ഹബീബാ നബി പറഞ്ഞത് തന്നെ. അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറി ഞങ്ങളും കയറും എന്ന് റസൂലുള്ള പറഞ്ഞു. അല്ലാതെ ഉടുമ്പിന്റെ മാളം തിരഞ്ഞെങ്ങനെ നടക്കേണ്ടതില്ല. അതാണ് പറഞ്ഞത്. എന്ന് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നകും ബുതുലിതും ബിഫിത്നത്തിൽ ളറായി ഫസബർതും വസതുബ്തലൂന ബിഫിത്നത്തിസ് സറാ.
പ്രയാസത്തിന്റെ പരീക്ഷണം കൊണ്ട് സ്വഹാബികളെ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടല്ലോ. ഇനി ഒരു കാലഘട്ടം വരും എന്ന സമുദായം സമൃദ്ധിയുടെ പരീക്ഷണം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതാണ്. പടച്ചോനെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, وما فتنة السراء يا رسول الله إذا لبس النساء وعصب اليمن ورباط الشام فاتبعنا الغني وكلفنا الفقير ما لا يجدون. സമൃദ്ധിയുടെ ഒരു പരീക്ഷണം ഇനി വരാൻ പോകുന്നുണ്ട്. ആ പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പുണ്യ നബി. അപ്പോൾ സ്വഹാബികൾ എന്താ നബി സമൃദ്ധിയുടെ പരീക്ഷണം? അപ്പോൾ പറഞ്ഞു, പുറം നാടുകളിൽ നിന്ന് വരുന്ന ചില സാധനങ്ങൾ നമ്മുടെ പെണ്ണുങ്ങൾ നമ്മളെ മേൽ നിർബന്ധിക്കലാണ്. പ്രയാസത്തിന്റെ പരീക്ഷണങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു കാലം വരും, ആ കാലത്ത് സമൃദ്ധിയുടെ പരീക്ഷണമാണ് ഉണ്ടാവുക എന്ന് പുണ്യ നബി. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ സമൃദ്ധിയുടെ പരീക്ഷണം എന്നാൽ എന്താണ്? അപ്പോൾ പറഞ്ഞു, പുറം നാടുകളിൽ നിന്ന് കയറി വരുന്ന ചില വസ്തുക്കളുടെ മേൽ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളെ നിർബന്ധിക്കലാണ് സമൃദ്ധിയുടെ പരീക്ഷണം എന്ന് പുണ്യ നബി. ഞാൻ കൂട്ടിക്കോളൂ, ഇനി നിങ്ങൾ കൂട്ടിക്കോളൂ. ഇന്നിപ്പം നമ്മളെ വീടുകളിലുള്ള ഏകദേശ സാധനങ്ങളൊക്കെ പുറം നാട്ടിൽ നിന്ന് സാധനമാണ്. അതിന്റെ പേരിൽ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളെ നിർബന്ധിക്കുക. എത്ര സാമ്പത്തിക വരുമാനമുള്ളവനും പെണ്ണുങ്ങളെയും കൊണ്ട് കുടുംബത്തിനെ കൊണ്ട് ജീവിക്കാൻ കഴിയൂല. അതാണ് സാഹചര്യം, കഴിയില്ല. അങ്ങനെയാണ്. കാരണം ഇനി സമൃദ്ധിയെ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. നാളത്തെ ടി വിയിൽ വരുന്ന പുതിയ സാധനത്തിന്റെ പരസ്യമാണ്. അത് വാങ്ങിക്കൊടുക്കേണ്ടി വരും. പഴയ സാധനമാണ് വലിച്ചെറിയും, പുതിയത് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ്. സുഖമോ അതൊക്കെ കണക്ക് തന്നെയാണ്. എല്ലാ നിലയിലും നമ്മളെ ബുദ്ധിമുട്ടിന്റെ പരീക്ഷണത്തെക്കാൾ സമൃദ്ധിയുടെ പരീക്ഷണത്തെയാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്ന് പുണ്യ നബി പറഞ്ഞു. ഈരാലം തുനലിൽ മഈശത്തു ഇല്ലാ ബിമഅസിയത്തില്ലാഹ് ഫഇന്നഹാ കാന കദാലിക ഹല്ലത്തിൽ ഉസ്ബതു ഖാല റസൂലുള്ളാഹി. മഅസിയത്ത് കൊണ്ടല്ലാതെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് വൈവാഹികം അവിവാഹിതനാവൽ ഹലാലായി തീരുമെന്ന് പുണ്യ നബി. ഈ ഹദീസ് വളരെ പ്രധാനമാണ്. ഹബീബ റസൂലുള്ളാഹിയുടെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നിക്കാഹ് കഴിക്കണം, കല്യാണം കഴിക്കണം. എന്നാൽ ഇനി ഒരു കാലഘട്ടം വരും, അന്ന് പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഒരു പ്രത്യേകമായ ചോയ്സിന്റെ പിന്നാലെ ആയിരിക്കും. കണ്ടനും കേട്ടനും ഒക്കെ അവർ വാങ്ങിക്കൊടുക്കേണ്ടി വരും. അന്ന് നമുക്ക് ഹലാൽ കൊണ്ട് മഈശത്ത് തീർക്കാൻ കഴിയില്ല. ആ കാലത്ത് അവിവാഹിതനാകൽ ഹലാലാകുമെന്ന് പുണ്യ നബി. ശ്രദ്ധിക്കണം. ഇനി കേട്ടോളൂ. അതായത് ഇതാലം തുനലിൽ മഈശത്തു ഇല്ലാ ബിമഅസിയത്തില്ലാഹ്, കുടുംബത്തിന് മഈശത്ത് നടത്താൻ മഅസിയത്ത് കുറ്റം കൊണ്ടല്ലാതെ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലം വരും. യകൂനു ഫീ ദാലിക സമാനി ഹലാഖുർ റജുലി അലാ യദി അബവൈഹി. അന്നൊരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുക ഉമ്മാന്റെ ബാപ്പാന്റെ കൈ കൂടെ ആയിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. തിരിഞ്ഞിട്ടില്ല. ഉമ്മയും ബാപ്പയും തന്നെ ഒരു ആധുനിക ഉമ്മയും ബാപ്പയായിരിക്കും. കാരണം പല സാധനങ്ങളും വാങ്ങിക്കൊടുത്താലേ ഉമ്മാക്കും ബാപ്പാക്കും തൃപ്തിയാവുകയുള്ളൂ. ഇതവനോ അവന്റെ ഹലാലായ വരുമാനം കൊണ്ട് വാങ്ങിക്കൊടുക്കാനോട്ട് കഴിയൂല. വീട്ടിൽ ചെന്നാ ഉമ്മാന്റെ കുത്തുവാക്കുണ്ടാവും. ബാപ്പ ഇപ്പൊ ഒരു മകനായിട്ട് എനിക്കുണ്ട്. ഈ ആ ഖദീജക്കുട്ടിന്റെ മകൻ അവന് ഗൾഫിൽ നിന്ന് അയച്ച എന്താണ് സന്തോഷം, എന്താണ് അവരൊക്കെ ഒരു കാര്യം. ഖദീജക്കുട്ടി ആമിനക്കുട്ടിന്റെ മകന് ആമിനക്കുട്ടിയെ കൊല്ലം ഉംറ കൊണ്ടുപോകും. ഹജ്ജിനും പല വട്ടം കൊണ്ടുപോയി. ഞാൻ ഇക്കാലം വരെയായിട്ട് ഈ ഇത്ര വലിയൊരു പോത്തിന്റെ അത്ര പോകുന്നൊരു മകൻ ഉണ്ടായിട്ട് കാലം വരെ ആ നായരോടാത്ത ആ മണ്ണൊന്ന് ഒറ്റവട്ടം കാണാൻ പോലും എനിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. നായോടെ ഇഷ്ടം പോലെ ഉണ്ട്, അത് വേറെ അർത്ഥമാണ്. അപ്പൊ എന്നെ ഇത് പറഞ്ഞിട്ടാകും കളിയാക്കുക. അതോടുകൂടെ പടച്ചോനെ ഇനി എനിക്ക് ഉമ്മാക്ക് നാം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? പിന്നെ കഫീലിനെ പറ്റിക്കല്ലാതെ നിർവാഹമല്ല. എന്തിനാ അവിടെ കഫീലിനെ പറ്റിക്കണത്? ഉമ്മാൻ ഉംറ കൊണ്ടുപോകാൻ. ഉമ്മാക്കെന്റെ ഉംറക്ക് ഉമ്മാക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബാധ്യതയെക്കാളും വലിയ വിഷയം ഖദീജക്കുട്ടിന്റെ മുന്നിൽ പിടിച്ചേക്കാൻ കഴിയണില്ല എന്നുള്ളതാണ്. ഖദീജക്കുട്ടിയും മറിയക്കുട്ടിയും സൈനബ് കുട്ടിയും ഒക്കെ കൂടെ പാടത്തും പറമ്പിലും ഒപ്പം പണിയെടുത്തതാണ്. അതിൽ ഖദീജക്കുട്ടിയും മറിയക്കുട്ടിയും പോയി, സൈനബ് കുട്ടി കാലം വരെ പോയിട്ടില്ല. സൈനബ് കുട്ടിയുടെ മകനായിട്ട് ഒരുപാട് കാലം ഗൾഫിലുണ്ട്, താനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായി? മാസ്യത്ത് വല്ലാതെ ബാപ്പാനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, ഉമ്മാനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല.
അവർക്ക് വലിയ കൊതിയാണ്. അവർ ആധുനിക ഉമ്മമാരാണ്, ആധുനിക വാപ്പമാരാണ്. വേണമെങ്കിൽ ആ TV വീട്ടിൽ വെച്ചു കൊടുത്തിട്ടുണ്ടാവും. ഉമ്മ ഇരുന്നിങ്ങനെ കാര്യം. എങ്ങാനും ദുൽഹജ്ജ് മാസത്തിൽ ലീവിന് വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ കരച്ചിൽ കാണാൻ വയ്യ. ആ അറബ് സൗദി ചാനൽ ഇട്ട് കൊടുത്താൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് കാണുന്നതിനനുസരിച്ച് ഉമ്മ കരഞ്ഞു. വേണമെങ്കിൽ അന്നുമ്മ വേണമെങ്കിൽ ചോദിച്ച വല്ലാതെ മുണ്ടൂല്ല. കാരണം ഇവനാകെ ഉള്ളത്